അടൂര് സാർ ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. മമ്മൂട്ടി വന്നാൽ തന്നെ രണ്ടാമത്തെ നിലയിൽ ഞാൻ ഇരിക്കുന്ന മുറിയിലാണ് വരികയും കുറച്ചു നേരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് മിസ്റ്റർ ലാൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അയ്യോ സാറിൻ്റെ ഇരിക്കാൻ പറ്റില്ല. നമസ്കാരം. ജയിൽ കഥകൾ തുടരുകയാണ്. നമ്മളോടൊപ്പമുള്ളത് ശ്രീ ശാസ്താംതല സഹദേവൻ സാറാണ്. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങ് വെള്ളായണി പരമു എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം സുകുമാർ അഴീക്കോട്. വെള്ളായണി പരമുവിൽ അഭിനയിച്ച കഥ എങ്ങനെയാണ്? അത് ഞാനും മിസ്റ്റർ പാപ്പനംകോട് ലക്ഷ്മണനുമായിട്ട് ഒരു അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പുള്ളി ഈ കവിതയൊക്കെ എഴുതുന്ന ആളാണ്. ഞാൻ ഈ നാടകവും കുറച്ച് പ്രസംഗമായിട്ടൊക്കെ നടക്കുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാദൃശ്യമായി ബന്ധപ്പെട്ട് ഞാനതിനു മുമ്പ് ബാലരാമപുരം കലാവേദിയിലുണ്ടായിരുന്നു. അത് നാടക സമിതിയാണ്. ആ സമയത്താണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ പാപ്പനംകോട് കൈരളി കലാമന്ദിരം ഒരു ആർട്സ് ക്ലബ് ഉണ്ടാക്കിയിട്ട് ലക്ഷ്മണനാണ് ഇതിൻ്റെ കഥ തയ്യാറാക്കിയത്. വെള്ളായണി പരമു. അന്ന് താങ്കൾ സർവീസിലുള്ള സമയമാണ്. അപ്പം സർവീസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാര്യമായിട്ട് അത് നമ്മൾ നേമം ഭാസുര തിയേറ്റർ ഉണ്ടായിരുന്നു. പണ്ട് നേമം ഭാസുര സിനിമ തിയേറ്റർ. അതിലായിരുന്നു ആ നാടകം അരങ്ങേറ്റം. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വന്നത് നമ്മൾ തിക്കുറിശ്ശിയാണ്. തിക്കുറിശ്ശി അന്ന് വളരെ താല്പര്യപൂർവ്വം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അങ്ങേർക്ക് നല്ല ഒരു കസവുള്ള നേരിയതൊക്കെ ഇട്ട് സ്വീകരിച്ച്. പക്ഷെ അങ്ങനെ ഈ നാടകം തീരുന്നവരെ എൻ്റെ മുൻപിലിരുന്ന് കണ്ടു. നാടകം തീർന്നതിന് ശേഷം സ്റ്റേജിൽ വന്നു. വെള്ളായണി പരമുവായിട്ട് അഭിനയിച്ച ആളിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഞാൻ ഈ പകുതി മേക്കപ്പും അത് ഇതുമായിട്ടൊക്കെ സ്റ്റേജിലേക്ക് ചെല്ലുന്നു. ആ അങ്ങേർക്ക് കൊടുത്ത ആ നേരിയതെടുത്തിൻ്റെ തോളിലിട്ടിട്ട് പറഞ്ഞു, ഈ തലയിൽ കൈവച്ച് പറഞ്ഞു, നീ ഇതിൽ വലിയവനാകും. തിക്കുറിശ്ശി പറഞ്ഞു, നീ ഇതിൽ വലിയവനാകും, ശ്രമിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നാടകം ഒരു 4-5 വേദികളിൽ VJTയിൽ ഉൾപ്പെടെയൊക്കെ ഉള്ളത് കളിച്ചു. പിന്നെ അതിന് ശേഷം തിക്കുറിശ്ശിയുമായിട്ട് നമ്മൾ നല്ല അടുപ്പത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അടൂരുമായിട്ട് അടുപ്പം വന്നത്. അടൂരുമായിട്ട് അടുപ്പം വന്നപ്പോൾ അങ്ങേരുടെ 3-4 സിനിമകളിൽ 4-5 സീനുകളിലൊക്കെയാണ്. മറ്റേ നിഴൽക്കുത്തിൽ അങ്ങുണ്ടായിരുന്നു. ആ നിഴൽക്കുത്തിലാണ് നമ്മൾ തുടക്കം അല്ല കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു അതിലെ വേഷം? ജയിൽ റൈറ്റ്. മറ്റത് ആരാച്ചാരും. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞത് ആരാച്ചാരാണ്. നിഴൽക്കുത്തിൽ. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഷൊർണൂർ നിന്നാണ് കല്യാണം ചെയ്തിട്ടുള്ളത്. ഞാനപ്പോൾ ഒറ്റപ്പാലത്ത് സൂപ്പുണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഒന്നിച്ചൊക്കെ പരിചയക്കാരായി. നല്ല സുഹൃത്ത് ബന്ധമൊക്കെയാണ്. അതുപോലെ ബാലൻ കെ നായരും കോഴിക്കോടാണ് സ്ഥലമെങ്കിലും ഈ ഷൊർണൂർ വരും. കൂടെ ഞങ്ങൾ തമ്മിൽ കുറേ സമയം ന്യായങ്ങൾ പറയും. അങ്ങനെ ഈ സിനിമ നടന്മാരുമായിട്ട് എനിക്ക് കുറേ ബന്ധങ്ങൾ തുടങ്ങി. ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നമ്മൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഷൂട്ടിങ്. എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ജയിലറുടെ റോളാണ് ജീവിതത്തിലെ റോള് തന്നെ സിനിമയിലും കിട്ടി. അത് അടൂര് സാർ ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. അവര് ഏത് ഫീൽഡിലാണ് പരിചയം കൂടുതലും ആ റോള് കൊടുത്താൽ കുറെ കൂടി മെച്ചപ്പെടാൻ സാധിക്കും. അത് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടത്തി. പക്ഷേ അതിൻ്റെ ആദ്യ അവസാനം എല്ലാ സീനുകളിലും ഞാനുണ്ടായിരുന്നു. പക്ഷേ ഈ സമയം ചുരുക്കാൻ വേണ്ടി അവർ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും മാറി. അങ്ങനെ ഒടുവിൽ അതിനെപ്പറ്റി ഞങ്ങൾ തമ്മിൽ വീട്ടിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അടൂരുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണല്ലോ. പിന്നെ അത് നമ്മൾ
നമ്മൾ എപ്പോഴും ആ ഒരു സൗഹൃദം നിലനിർത്തണം. ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറിയിച്ചാൽ വന്നു ചേരും. ഒരു 1-2 മണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിക്കും. ഞാനിവിടെ ഡെപ്യൂട്ടി ആയിട്ടിരിക്കുമ്പോഴും ജയിലറായിരിക്കുമ്പോഴും ഒക്കെ മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി വന്നാൽ തന്നെ രണ്ടാമത്തെ നിലയിൽ ഞാൻ ഇരിക്കുന്ന മുറിയിലാണ് വരികയും കുറച്ചു നേരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിക്ക് തുടങ്ങുമ്പോഴേ ഒരു ഡയലോഗുണ്ട്, സാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് ആദ്യമേ പറഞ്ഞു തുടങ്ങി. കാരണം ഞങ്ങളൊരു ദീർഘമായി ഒരു വ്യക്തിപരമായ ഒരു അടുപ്പമുള്ളവരാണ്. അത് ശരി. അതിൽ ഒരു നേരം പോക്കായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ചേർത്തലയ്ക്ക് അടുത്ത് നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പരിചയപ്പെടാനായിട്ട് അവിടെ പോയി. ഇന്നാര് പറഞ്ഞിട്ട് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സുഹൃത്താണല്ലേ, അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ സഹദേവ് സാറിനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചതായിട്ട് പറയണം, സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതായിട്ട് പറയണം. ഇയാള് തിരിച്ച് ഈ സംഗതി കഴിഞ്ഞിട്ട് ഇയാളെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഈ മമ്മൂട്ടി മദ്രാസിലായിരിക്കുമ്പോൾ കൂടെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് 1-2 മിനിറ്റൊന്നുമല്ല. അന്ന് നമുക്ക് മൊബൈലും ഇല്ല, ലാൻഡ് ഫോണ്. അത് വെച്ച് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂർ, 3/4 മണിക്കൂർ വരെ രണ്ടുപേരും കൂടി സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. ഞാൻ വിളിക്കാത്തത് പുള്ളി അത്രയും തിരക്കുണ്ടായിരുന്ന അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പക്ഷെ പുള്ളിക്കത് ഇങ്ങനെയാണ് പ്രതികരിച്ച് വിട്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ക്ഷണിക്കുന്ന പല ഫങ്ഷനുകളും ട്രിവാൻഡ്രത്ത് വരികയും അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മദ്രാസിലൊക്കെ ആയിരിക്കുമ്പോഴാണ്. ഇതിനൊക്കെ വരുന്ന സമയത്ത് പുള്ളി ഈ ഫ്ലൈറ്റ് ചാർജോ ഇവിടെ വന്ന് തങ്ങുന്ന ചാർജോ ഒന്നും വാങ്ങില്ല. എന്തിനും നമ്മൾ ഈ ചായ കൊടുത്താൽ പോലും അത് പുള്ളിയുടെ അക്കൗണ്ടില്, മസ്കറ്റിലാണ് വന്ന് താമസിക്കുന്നത്, പുള്ളിയുടെ അക്കൗണ്ടിലേ പെടുത്തു. എനിക്കത് നന്നായിട്ട് അറിയാം. എന്നാൽ മറ്റുള്ളവരങ്ങനെ അല്ല. മറ്റ് ആർട്ടിസ്റ്റുകൾ അവരുടെ ഈ മോഹൻലാൽ വന്നിട്ടുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് പൂജപ്പര ജയിൽ വലിയ അടുപ്പമുള്ള ഒരു ജയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട് അതിനടുത്താണല്ലോ. ഇല്ല, ഇവര് കോളേജിലൊക്കെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും കളിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലാണ്, നമ്മുടെ സരസ്വതി മണ്ഡപത്തിന്റെ ആ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അത് നമ്മൾ ആവശ്യമില്ലാതെയാണ് പറയുന്നതെങ്കിലും നേരെ ഇവരെല്ലാം കൂടി ടീമായിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങി ജയിൽ കാമ്പൗണ്ടിൽ. അത് ശരി. ഇവരെ ചാടി ഇറങ്ങിയിട്ട് ഇവിടെ കുറെ കളി തമാശകളൊക്കെ കാണിക്കും. ഈ മാങ്ങ വരപ്പും കരിക്കടപ്പും അങ്ങനെയൊക്കെ. അത് ചെറുപ്പകാലത്ത് അന്നത്തെ അറിയാം. ലാലേട്ടൻ അത് പലതിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഞാൻ പിന്നീട് എന്തോ ഒരു ആവശ്യം പ്രമാണിച്ച് പുള്ളി ക്ഷണിക്കാനാണെന്ന് തോന്നുന്നത്. ഈ കവടിയാറിൽ പുള്ളിക്ക് ഒരു വലിയ ഒരു വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ വീടൊക്കെ മനസ്സിലാക്കി അന്വേഷിക്കാൻ നേരിട്ട് അവിടെ പോയി. അപ്പോൾ പരസ്പരം കണ്ട് അകത്തുനിന്ന് ചായക്കൊക്കെ പറഞ്ഞ് ചായ കൊണ്ടുവന്ന് കുടിച്ചു തീർന്ന്. അപ്പോഴും ഒരു സാൻഡോ ബനിയനും ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു തോർത്തും ഇങ്ങനെ തോളിലിട്ട് ഞാൻ പറഞ്ഞ്, മിസ്റ്റർ ലാൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അയ്യോ, സാറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. അത് സാറ് എത്രയോ പ്രാവശ്യം നമ്മൾ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള പഴയ ഓർമ്മയിലാണ്.